ഇവിടെ നമ്മൾ കോടിയേരി ബാലകൃഷ്ണന്റെ ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്നെ കേൾക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് ഇപ്പോൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ആ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് കൊടുക്കാത്ത ഒരു നീതി ഈ പാർട്ടി ഇപ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നൽകുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി വിജയന്റെ മകളെന്ന് തന്നെ പറയേണ്ടി വരും. എന്താ തർക്കം? താരതമ്യപ്പെടുത്തുന്നത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്നെല്ലാം പാർട്ടി പറഞ്ഞു വ്യക്തിപരമായ അക്യൂസേഷൻ വന്നാൽ ആ വ്യക്തി കോടതി പൊക്കോളും, നിയമപരമായി നേരിട്ടോളും. രാഷ്ട്രീയപരമായി ഗവൺമെന്റിനെയും നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും. എന്നിട്ട് എന്തിയെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 1.25 വർഷം ജയിലിലിട്ടില്ലേ? എന്തായിരുന്നു കാരണം? ഒരു CPM നേതാവിന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് അവസാനം 1.25 വർഷം കഴിഞ്ഞ് പറഞ്ഞു ഒരു തെളിവില്ല, രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു. അന്നും വേട്ടയാടൽ. ഇത് അന്ന് കോടിയേരി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾ താങ്ങും, ഞങ്ങൾ ഇത് അനുഭവിക്കും, കാരണം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാ, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. എത്ര വർഷമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നു? ലാവ്ലിൻ കേസ് മുതൽ, അതുപോലെ തന്നെ അങ്ങ് കമല ഇന്റർനാഷണലിന്റെ പേരിൽ, അങ്ങ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേരിൽ എത്രയോ ആക്രമണം. ഏതെങ്കിലും ഒരു ആക്രമണം ശരിവെക്കാൻ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ BJPക്കോ കോൺഗ്രസിനോ ഇവിടെ സാധിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ കോടതിയിൽ ഇതെല്ലാം തെറ്റാണ്, കളവാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അതല്ലേ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യം. അതുകൊണ്ട് നിങ്ങൾ ആരോപണങ്ങൾക്ക് പുറകെ പൊക്കോ. ഞങ്ങൾ ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചിട്ടുണ്ട്, ഇനിയും വിവരിക്കും, അവരോടൊപ്പം കൂടെ പോകും. ഖുറാന്റെ പേരിലുള്ള സ്വർണം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പേരിലുള്ള സ്വർണം, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പിൽ സ്വർണം, സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫിന്റെ പേരിൽ ഉള്ള അഴിമതി എത്രയോ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷിച്ചു. ആ അന്വേഷണ ഏജൻസി എവിടെ വെച്ചിട്ടാണ് അന്വേഷണം നിർത്തി ഉപേക്ഷിച്ചു പോയതെന്ന് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും പുതിയ വസ്തുതയുണ്ടോ? കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ CMRL അനധികൃത ഖനനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം മിസ്റ്റർ. കേന്ദ്രത്തിന് നടപടിയെടുക്കാലോ, സംസ്ഥാനത്തിന് നടപടിയെടുക്കാലോ, എടുത്തോട്ടെ. ഏതെങ്കിലും തരത്തിൽ CMRന്റെ അനധികൃത ഖനനത്തെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? നിയമവിരുദ്ധ പ്രവർത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രോഡ് നടന്നിട്ടുണ്ടോ? പരിശോധിച്ചോട്ടെ. പക്ഷെ നിയമപരമായിട്ടല്ലേ പറ്റുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റ് ഉത്തരവിന്റെ കണ്ടന്റ് വച്ച് മറ്റു കേസുകൾ പാടില്ലെന്ന് കമ്പനീസ് ആക്ട് പറയുന്നു. 210 പ്രകാരം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് 1 മാസം കൊടുക്കുന്നു, 18 ദിവസമാകുമ്പോൾ അടുത്ത ഏജൻസി വരുന്നു. ആ നിയമവിരുദ്ധ പ്രവർത്തികളെ കുറിച്ച് ഡൽഹി ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ അന്വേഷിച്ചോ, പക്ഷെ കുറ്റപത്രം കൊടുക്കരുത്. ആ കുറ്റപത്രം കൊടുക്കുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അതവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലോ? ഇവിടെ ഞങ്ങൾ അന്വേഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇല്ല, ഞാൻ വഴങ്ങില്ല. ഇവിടെ സാക്ഷാൽ ഇബ്രാഹിം കുട്ടിയും സാക്ഷാൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ അതിലുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാനാണ് രമേശ് ചെന്നിത്തല, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്, എത്രയെന്ന് ഓർക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ല. ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എന്താ SFIO പറഞ്ഞത്? SFIO പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കുന്നത് ആ 135 കോടിയെ കുറിച്ചിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. ഈ സമ്മറി ചാർജ് വന്നതിൽ എവിടെയാണ് ആ 135 കോടി രൂപ? പോട്ടെ, അമ്പലം പള്ളിയൊക്കെ മാറ്റി നിർത്ത്, 95 കോടി രൂപ എവിടെയാ? നിങ്ങൾക്ക് എന്താ അതിൽ ഒരു വാക്ക് പറയാത്തത്? അതിലൊരു ഫ്രോഡുമില്ല, അതിലൊരു തെറ്റുമില്ല. ഞാനാണ് ആ പണം മേടിച്ചത് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി നിൽക്കുമ്പോ അതിലൊന്നും ചാനൽ ചർച്ചയുമില്ല, ആങ്കർക്ക് ഒരു ചോദ്യം പോലുമില്ല. എല്ലാം 135 കോടി രൂപ ചെറുത്, 2.72 കോടി രൂപ വലുത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു. ഞങ്ങൾക്കൊരു പേടിയില്ല. ED ചാർജ് എടുക്കുകയോ ചാർജിന്റെ അപ്പുറത്തുള്ള ചാർജ് എടുക്കുകയോ ചെയ്തോട്ടെ. സത്യസന്ധമായ കാര്യങ്ങൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അന്വേഷിക്കണം, റിപ്പോർട്ട് കൊടുക്കണം. എല്ലാത്തിനും മുകളിൽ ഒരു നീതിന്യായ കോടതി ഉണ്ടല്ലോ. ആ നീതിന്യായ കോടതി പരിശോധിക്കട്ടെ. ആ പരിശോധിച്ചിട്ട് ആരാണ് തെറ്റ് ചെയ്തെന്ന് പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിന്റെ ഒരു സാധുത ചോദ്യം ചെയ്ത് തന്നെയാണ്. ആ കേസ് വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിന്യായം എന്ന് പറഞ്ഞാൽ അതൊരു വിധിയല്ല, ഒരു സെറ്റിൽമെന്റ് ഓർഡറാണ്. പരസ്പരം ഒത്തുതീർക്കുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ കണ്ടന്റ് വച്ചുകൊണ്ട് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം നടത്താനോ മറ്റൊരു കേസിന്റെ ഭാഗമാക്കി മാറ്റാനോ അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 2024 ജനുവരി മാസം 12-ന് ഇവിടെ കമ്പനികാര്യ വകുപ്പ് ഒരു ഉത്തരവിറക്കി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെക്ഷൻ 212(1) അനുസരിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള തരത്തിൽ അതിന് 1 മാസം കാലാവധി നിശ്ചയിച്ചു. പക്ഷെ 18 ദിവസം കഴിഞ്ഞപ്പോൾ 212 പ്രകാരം മറ്റൊരു ഉത്തരവിറക്കി. ഇതിൽ കൃത്യമായി SFIO അന്വേഷിക്കട്ടെ എന്ന്. അതായത് ഒരു അന്വേഷണത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സെറ്റിൽമെന്റിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ഒരേ കാര്യത്തിന് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു. അപ്പോൾ ആ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം, അതുപോലെ അന്വേഷണം ക്വാഷ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസ്
അതിന്റെ ഭാഗമായി തനിക്ക് ഹാജരാക്കാനുള്ള രേഖ ഹാജരാക്കി കൊടുക്കാനുള്ള മൊഴി കൊടുത്തു. അപ്പോൾ അതേ കണ്ടന്റിൽ തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസും മറ്റു കാര്യങ്ങളും വരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനി സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ തന്നെ എക്സലോജിക് കമ്പനിക്ക് വേണ്ടി വീണ വിജയനും ഒരു റിട്ട് പെറ്റീഷൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ആ കേസിന്റെ വാദത്തിന്റെ ഇടയിൽ ഈ FSIO കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഈ കണ്ടന്റ് അല്ല, മറിച്ച് ഇവിടെ 182 കോടി രൂപ KMR നിന്ന് പല ഘട്ടത്തിൽ പലർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഉത്സവം, മാധ്യമങ്ങൾ എല്ലാം, പള്ളി, മറ്റു തരത്തിൽ കൊടുത്തവർ, അതാണ് മെയിൻ ആയിട്ട് അന്വേഷിക്കുന്നത്. അതിന്റെ ഒപ്പം അനുബന്ധ കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന അഫിഡവിറ്റ് വന്നപ്പോഴാണ് ആ കേസിൽ അന്വേഷണം തുടരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 2/9/2024 ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ഈ കേസിൽ ഒരു കുറ്റപത്രവും സമർപ്പിക്കരുത്, അന്വേഷണം നടത്താം, കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന്. അതിനുശേഷം വാദം നടന്ന് 23/12/2024 ആ കേസ് വിധി പറയാൻ മാറ്റിയത്. വിധി പറയാൻ മാറ്റി 2 മാസം കഴിഞ്ഞപ്പോൾ ആ വിധി പറയാനിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതായി ഉത്തരവ് വരുന്നു. ആ ഉത്തരവ് വന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതായി വാർത്ത വരികയും ചില ചാനലിലൂടെ ഒരു സീക്രട്ട് ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ ഒരു കരട്, കൃത്യമായി സമ്മറി ഓഫ് ചാർജ് എന്ന രൂപത്തിൽ വാർത്ത വരികയാണ് അതേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഒരു കോടതി വാക്കാൽ കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജി മാറിയാലും ആ വിധി അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും CMRL അതിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് 2 ദിവസം മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ പുതിയ ജഡ്ജി പറഞ്ഞു ആരുടെ മുന്നിലാണ് അണ്ടർടേക്കിംഗ് വന്നത്, ആരാണ് നടത്തിയത്, അത് പഴയ ജഡ്ജിയാണ് എന്ന് പറയുന്നു. ആ പഴയ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും ആ കോടതിയിൽ നിന്ന് ആ ജഡ്ജി പോയിട്ടില്ല, മറ്റു കോടതിയിൽ ചുമതല എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ജഡ്ജി തന്നെ പരിശോധിക്കട്ടെ, പരിഗണിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ആ അന്വേഷണമായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഇപ്പോൾ ED വന്ന് റിപ്പോർട്ട് ചോദിച്ചതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആയിക്കോട്ടെ. EDയുടെ വിശ്വാസയോഗ്യതയും മറ്റ് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ 95 ലക്ഷം രൂപ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയതിലും, അതുപോലെ മാധ്യമങ്ങളും മറ്റ് പള്ളിയും അമ്പലങ്ങളും എല്ലാം കൈപ്പറ്റിയ 135 കോടിയിലും അതിലൊന്നും അന്വേഷണമില്ല. നിയമപരമായി ബാങ്ക് വഴി ടാക്സ് അടച്ച്, GST അടച്ച്, ഓഡിറ്റിംഗ് നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ മാത്രമായ കേസ്, അത് 1.72 കോടി 90 ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറഞ്ഞു. ആ കടമെടുത്തതും ഇപ്പോൾ FSIOന്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണവുമായി പോകുന്നവർ പരമാവധി പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. കൃത്യമായി ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്. ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണ് വീണ വിജയൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 2,70 ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി വീണ എന്ന ഒരു വ്യക്തിയുമായി കരാറില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ മോൾ എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും സഖാവ് പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും പാർട്ടി ഇത്തരത്തിലൊരു അഭിപ്രായം പറയാനും ഈ കേസിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് എന്നും കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുകയുണ്ടായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഏതെങ്കിലും വകുപ്പിനെയോ ആ വകുപ്പിൽ നിന്നൊരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ, ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് CMRL മുഖ്യമന്ത്രിയുടെ മോളായി കരാറുണ്ടാക്കിയത് എന്നാണല്ലോ UDF ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഒരു തെളിവുമില്ല, ഒരു രേഖയുമില്ല. ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി LDF സർക്കാർ കൊടുത്തിട്ടില്ല. അത് കൊടുത്തത് 2021 AK ആന്റണി സർക്കാരാണ്. ആ AK ആന്റണി സർക്കാർ CMRL-അടക്കം ഖനനാനുമതി കൊടുത്തത് റദ്ദാക്കിയത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ്. ഇവിടെ LDF ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല എന്നതിൽ താങ്കൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടോ?